ആഷ് ബ്രൂട്ടൽ PC റിവീൽ വീഡിയോ. നമ്മുടെ ആഷ് ബ്രൂട്ടലിന്റെ പുതിയ PC-യുടെ ലോഞ്ചാണ്. പ്രത്യേകം എന്താന്ന് വെച്ചാൽ അവന് ഒരു ഐഡിയ ഇല്ല ഇത് അവന്റെ PC ആണെന്ന്. കാരണം നമ്മൾ അവനത് പറഞ്ഞേക്കണത് ടീം എടുക്കാൻ പോകുന്ന PC എന്നാ. അവനിലേക്ക് ഒരു സർപ്രൈസ് പോലെ പ്ലാൻ ചെയ്യാം, മനസ്സിലായോ? അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. നമ്മൾ ലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല നമസ്കാരം. ആരുടെ റീസണിങ് അറിയാമോ? പിന്നെന്തിനാ ഈ അർദ്ധരാത്രിക്ക് ഇവിടെ വന്ന് കയറിയത്? ഞങ്ങൾക്കൊരു നാടകം ഉണ്ടായിരുന്നേ. നമുക്കൊക്കെ അറിയാം. അപ്പം ആഷ് ഇതിപ്പോ അവിടെ മറ്റേ കാർ ഓടിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി പോയിക്കോ. ആഷിന് ഒരു പിടുത്തമില്ല, എന്താവും നിന്റെ അവന് ഒരു ഐഡിയ ഇല്ല ഇത് അവന്റെ PC ആണെന്ന്. ഞാനൊരു പൊട്ടൻ. വെറുതെ പൊട്ടൻ കളിക്കുവായിരുന്നു. എനിക്കൊരു മാസം മുമ്പേ അറിയായിരുന്നു. പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്താണ് ഇമ്മാനുവലെ ജീവിതം തുടങ്ങുന്നത്. ജീവിതം അങ്ങനെയാണ്. എല്ലാ വെളിച്ചവും കെട്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കത്തുന്ന ഒരു മെഴുകുതിരി എവിടെയെങ്കിലും ഉണ്ട്. അത് കണ്ടെത്തേണ്ട കാര്യമല്ലോ. പാവട കിട്ടിയപ്പോ തന്നെ എന്നെ വീഡിയോ കോൾ ചെയ്തടാ. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നെ 2 വട്ടം വീഡിയോ കോൾ ചെയ്തിരുന്നത് അവൻ. സത്യം പറയാലോ കഴിച്ച് ഇന്നേ വരെ ആഷ് അവന്റെ FPS-ന്റെ മുകളിൽ അവൻ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ചത്തത് FPS ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവന്റെ സ്ട്രീമിന്റെ അവന്റെ ബാക്കിയുള്ളതിന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ലൈവ് കാണുന്ന ഒരു പുള്ളി നേരിട്ട് വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് അവനെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അവൻ കളിക്കണത്, അതുകൊണ്ട് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവനത് ചെയ്തു കൊടുത്തത്. പറയാതിരിക്കാൻ വയ്യ. സത്യമായിട്ടും ബ്രോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവൻ അങ്ങനെ ഒരു പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല? ആഷ് അങ്ങനെ അവൻ അങ്ങനെ ഒരു പരാതി ഇതുവരെ എന്നോടും വന്ന് പറഞ്ഞിട്ടില്ല ചേട്ടാ. സത്യമായിട്ട് എന്നോട് PC-യുടെ സാധനം വേണോന്നോ അല്ലെങ്കിൽ അത് വേണോ ഇത് വേണോന്നോ ഒന്നും. കുറെ പേര് ടി വി ഇറങ്ങിയ സമയത്ത്, ഞാൻ സത്യം പറയാലോ, ടിവിക്കകത്തുനിന്ന് ഇറങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുന്ന പിള്ളേർ എൻ്റെ അടുത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് പേര് ലൈവ് ഇടുന്ന ആൾക്കാരെ പറ്റിയല്ലാതെ ലൈവ് ഇടാത്ത ഇതിനകത്ത് നിന്ന് കുറച്ച് പേര് ഇതുവരെ എൻ്റെ അടുത്ത് ഈ പറയണത് പോലെ അനാവശ്യ കാര്യത്തിന് ഒരു എമൗണ്ട് പോലും അവന്മാർ ചോദിച്ചു മേടിച്ചിട്ടില്ല, ഇതാക്കിയിട്ടില്ല. പറയാതിരിക്കാൻ വയ്യ. സത്യമായിട്ട് ഞാൻ പറയാം, അങ്ങനെയൊക്കെ പുറത്തുനിന്ന് കേൾക്കുമ്പോഴാണ് നമുക്കത് ഭയങ്കരമായിട്ട് വിഷമം വരണേ. ആൻഡ് അവൻ എനിക്ക് ഉറപ്പാ ഈ കിട്ടിയ PC-യിലെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ അവനെ അടുത്ത വാറുകളിൽ അവന് കാണാൻ പറ്റും ഉറപ്പായിട്ടും. എന്നുവെച്ചാൽ അവനെ PC-യോട് അഡാപ്റ്റീവ് ആവാൻ ഒരു പെർട്ടിക്കുലർ ടൈം വേണം, അത്രേ ഉള്ളൂ. PC കോസ്റ്റ് അറൗണ്ട് ഒരു 2 ലക്ഷത്തി 3 ലക്ഷം രൂപ അടുപ്പിച്ചായി ബ്രോ. 280 അല്ലടാ, 280 എന്തോ അല്ലടാ, 280 285 285 എന്നുണ്ട്. 3 ലക്ഷം രൂപ അടുത്തുണ്ട് എല്ലാം കൂടെ. ഇനി ഒരു 2 PC കൂടെ ഉണ്ട്. ഒരു 2 ആഴ്ചക്കകത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അണ്ണാ ഒന്ന് സപ്പോർട്ട് ആക്കുക, ബിഗ് ഫാൻ. ಬೆಳಕಲ್ಲಿ ಕಣ್ಣ ಮುಂದೆ ಇರುವುದೆಲ್ಲ ಕಾಣ್ತದೆ, ಆದರೆ ಇದು ಬೆಳಕಲ್ಲ, ದರ್ಶನ. ಹಿಂದೆ ನಡೆದದ್ದು ಮುಂದೆ ನಡೆಯುವುದು ಎಲ್ಲ ತೋರಿಸುವ ಬೆಳಕು ಕಾಣ್ತದ. സിറ്റി അപ്പ് ആകത്തോണ്ട് കേറാത്തല്ല ബ്രോ. ഞാൻ ഇന്ന് ഡിസ്കോ ട്രോൾസ് നോക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഇത് എന്റെ PC അല്ല, എലിയുടെ PC. അത് ഇടയ്ക്ക് കേട്ടിട്ടുണ്ടോ? അടിപൊളിയാടാ, കിടലം നൈസ്. അതാരാ
സരക്കായിരുന്നു. ഞാൻ ഇത് മൂന്നാമത് ഇത് ഇങ്ങനെ കണ്ടപ്പോ നോക്കി സരക്കോട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ക്യാം സൈസ് കുറയ്ക്കുക. ക്യാം സൈസ് കൂടുതലാണോ ഗൈസ്? ഓ അപ്പൊ വലുതായിട്ടിരിക്കുവല്ലോ. നിങ്ങൾ പറയണ്ടായിരുന്നു. അപ്പൊ ഇത് നാളെ കണ്ടന്റിലൊക്കെ ആന വലുപ്പത്തിലിരിക്കും. എനിക്കാണെങ്കിൽ എന്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞ കേസ് ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ കമന്റ് നോക്കി ഇങ്ങനെ ചിരിക്കുക. ഞാൻ അതൊക്കെ കണ്ട ഫുഡ് കഴിക്കണേ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ നോക്കുമ്പോ ഞാൻ എന്റെ ജോലിയായിട്ട് ഇത് ചെയ്യുന്നു, എനിക്ക് ഇതിനൊരു എമൗണ്ട് കിട്ടുന്നു. ഞാൻ എന്റെ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് പോയ കാര്യത്തിന് വേണ്ടി ഏതൊക്കെയോ അച്ചിപ്പട്ടികൾ അടികൂടുന്നു. ഞാൻ നിങ്ങൾ നമ്മുടെ ഓഡിയൻസിനോട് പറയുവാണേ, ഇവനൊന്ന് റിപ്ലൈ കൊടുക്കാൻ പോലും പോയി നിങ്ങളുടെ വിലയേറിയ ടൈം കളയല്ലേ ഗൈസ്. നിങ്ങളുടെ വിലയേറിയ ടൈം കളയല്ലേ. വെറും മണ്ടത്തരോ. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവന്മാര് കമന്റ് ഇടുന്നതിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ പോകണമെന്ന് നിങ്ങൾ മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ. സമയനഷ്ടം അത് സമയനഷ്ടമാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോ ടിവിക്ക് വേണ്ടി നമ്മുടെ ചാറ്റി ചീർ ചെയ്തോ കഴിഞ്ഞു പൊക്കോ. എന്തായാലും കാണാം. 2 ദിവസം കണ്ട് സന്തോഷിച്ചിരിക്കും. 2 ദിവസം നിറയ്ക്കാനുള്ള സാധനം ഉണ്ടോ? അതെ 2 ദിവസം നിറയ്ക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അത് തിരിച്ചു പറയാം. ഒരാഴ്ചത്തേക്കുള്ളതുണ്ട്. രണ്ടിനോട് പറയട്ടെ യോഗി, രണ്ടോട് പറയട്ടെ. ആണല്ലേ? ഞാൻ കാറിനൊക്കെ വിളിക്കാൻ ജോക്കി വരണം, ഡെലിവറിക്ക് വരണം. സായി കാറിൽ കയറി വിളിച്ച പുള്ളി കാറിനകത്ത് അറിയോ? തലേ വെട്ടും അതുപോലെ. Welcoming back Itachi to TVA as TVA Itachi, Ryan to TVA as TVA Ryan itself. It's bribe. TVA is bribe. Always bribe. Ain't it funny you get on this when I'm in this? Ain't it funny that the prophet is a prophet? Ain't it funny when it's coming? അവനോട് വന്ന പിന്നെ പ്രൈം അല്ലേ, വേറെന്താ? ബ്ലാക്ക് മാഫിയനെ അവസ്ഥയെടുത്ത് ചന്ദ്രനെ ഡ്രാഗ് ആക്കി വാണങ്ങൾ. ഞാൻ വരുന്നുണ്ട്, തരാം, ഒരുങ്ങിയിരുന്നോ? ഞാൻ നോക്കിയപ്പോ ഞാൻ എന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോ കേസ് നിങ്ങൾക്ക് ആരെങ്കിലും വന്നോന്ന് അറിയത്തില്ല. ഡ്രീമർ ലൈവ് ഓൺ കിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 70 മെയിൽ, അല്ലല്ല ഒരു 70 മെയിൽ വന്നു എനിക്ക്. 70 തൊട്ടൊക്കെ കിക്ക് നോട്ടിഫിക്കേഷൻ അയക്കുമെന്നാണ് എന്റെ സംശയം. എത്ര വട്ടം വന്നറിയോ അവൻ? ഒരു കുറെ ലോഡ് മെസ്സേജ്, കുറെ നോട്ടിഫിക്കേഷൻ. എനിക്ക് 82 എണ്ണം വന്നു. എന്തൊരു കള്ളനാടാ. എനിക്ക് ആകെ 10 വന്നു. ഒരു ലൈവിൽ ഒരു ഇതിന് ഒരു 70 എന്ന് പറഞ്ഞപ്പോ നിനക്ക് 82 എണ്ണം വന്നത്. കള്ളൻ. ആര് വെച്ചത്? ദാവൂദ് ഇബ്രാഹിമ. ജോക്കി ഇത് നോക്കണ ജോക്കി, ഈ ലൈവ് ഇത് ഇവളെ സ്വന്തം ടേബിളിന്റെ ഫ്രണ്ടില് ഇതൊക്കെ കണ്ടാണ് ഇവള് എങ്ങനെ ഒരു മനുഷ്യൻ ലൈവ് ഇടാൻ പറ്റും? ഇതൊക്കെ കണ്ട് എങ്ങനെ ലൈവ് ഇടാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കണത്.
എനിക്ക് തോന്നുന്നു ഇവക്ക് ഈ അബ്യൂസ് കളിയാക്കലാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള സാധനം ഇവള് ഇതെടുത്തിരിക്കണം. മനസ്സിലായോ? ഇഷ്ടമാണ് ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക വീട്ടില്. എന്തോ എഴുതിയേക്കുന്നേടാ അടിയില്? ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സ്വാമി ബ്രൈറ്റാനന്ദ തിരുവടികൾ. അത് ഞാൻ പക്ഷെ ഭയങ്കര വിഷനുള്ള കുട്ടിയാണ് എലി. അല്ലല്ല ഭയങ്കര വിഷനുള്ള കുട്ടിയാണ്. ഞാൻ കാര്യം കാണിച്ചല്ലോ ജോക്കി. ഇത് അവളുടെ ഇതിനകത്ത് ക്യാമറക്കകത്ത് പിടിക്കുന്നില്ലല്ലോ. ഇത് കണ്ടോ ജോക്കി? ഇതുണ്ടോ? അതായത് ഈ വർഷം അടുത്ത വർഷം ആകുമ്പോഴത്തേക്കിന് അവളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു മിനി കൂപ്പർ ഒരു കാർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ബാലൻസ് അതാ പറഞ്ഞേ നമുക്ക് വേണ്ടുന്ന അക്കൗണ്ട് ബാലൻസ് 73,67,32,482. ഇത് അവളുടെ ബാങ്ക് ബാലൻസ് ആണ് അടുത്ത വർഷത്തെ. പിന്നെ കാറ് വേറൊരു കാര്യം കാണിച്ചു തരാട്ടാ. ഇവളുടെ മറ്റേ ഫുഡ് ചാനല് 1 മില്യൺ അടിക്കുമെന്നാണ് അവള് പറഞ്ഞിരിക്കണത്. എല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ കാണിക്കുന്ന ചെറ്റത്തിലാടാ. അവളുടെ ഗ്രൂമ് കയറിയിട്ട് അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കാണിക്കാന്ന് പറഞ്ഞ അത് ഭയങ്കര മോശം. എന്തായാലും ഒരു കമന്റ് വരും വലിയ കാണിച്ചല്ലോ. ബ്രൈറ്റ് ഫോക്സ് 1 മില്യൺ. പിന്നെ ബ്രൈറ്റ് ഫോക്സ് വൈബ്സ് 1 മില്യൺ. രണ്ട് 1 മില്യൺ ചാനലാണ് ഈ വർഷമുള്ള ടാർഗറ്റ്. നിന്റെ നിക്കർ ഇവിടെ കിടപ്പിലായിരുന്നോ? പിന്നെ ജോക്കി എന്റെ ഷെഡ് കഴിയിട്ടായിരുന്നു. നിക്കറാണത്. അത് ബോബ് എടുത്തോണ്ട് പോയ കേട്ടോ. എന്തൊരു കഷ്ടം. അതിന്റെ കൂടെ പുള്ളിയെ കൂടെ സൈഡിൽ ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ കാശുണ്ടായാലും പുള്ളിയെ കളയിലൊന്നും കാണിക്കാൻ വേണ്ടി സൈഡിൽ ഒരു ചെറിയ ഫോട്ടോ. പക്ഷെ ഇത് നമ്മൾ ചെയ്യണ മോശമാണ് കേട്ടോ സൈഡാക്സേ. ഞാനാണോ എന്റെ ബെഡ്റൂമിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അടിച്ചു തരുമല്ലോ. അവളത് അറിഞ്ഞിട്ടില്ല, അറിയുമ്പോഴാണ് ചന്ദ്ര നിനക്ക് കല്യാണം വേണ്ടല്ലോ. അവൻ ബോസ് അല്ലേ, അവൻ പോയി അവിടെ ഇരിക്കാൻ പോവാ. നമുക്ക് കടൽക്കാറ്റ് കൊണ്ടിരിക്കട്ടെ പട്ടി. എന്താ കേട്ടില്ല? എടാ ഞാൻ ലൈവില കേട്ടില്ല. അത് ഓൾറെഡി കണ്ട്, അതൊക്കെ കണ്ട്. അതെ നീയാണ് ഡിലേ. ഓക്കെടാ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവൻ എവിടെ അവന്റെ ലൈവിൽ ഇപ്പോഴും ഞാൻ MRC തീർത്ത് വിളിക്കുന്ന സ്ഥലമായതേ ഉള്ളു കേട്ടാ. ഇവിടോട്ട് എത്തിയിട്ടില്ല ആള്. ഇപ്പൊ റേഞ്ചിന്റെ പ്രശ്നമാണ്. Which top 4 looks stronger for IPL? Which top 4 looks stronger for IPL CSKയുടെ ലൈനപ്പ് എന്തുവാടാ? സഞ്ജു വരാനുണ്ടാവും. എന്റെ ഫേവറേറ്റ് ടീം ഓൾറെഡി എല്ലാവർക്കും അറിയാലോ. CSK തന്നെയാണ്. എന്താ മുംബൈ കിട്ടില്ല? നീ ശൃംഗരിക്കണ എന്തിനാന്ന് നോർമലി പറഞ്ഞ മുംബൈ ആണ് കിട്ടില്ല എന്ന് പറഞ്ഞു. നീ ഇങ്ങനെ പറയാൻ മുംബൈയാ കിട്ടില്ല ഇങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന മുംബൈ ഫാൻസിന് തന്നെ നീനെ തുപ്പിത്തരും. മുംബൈ സൂപ്പർ. ഇങ്ങനെ പറയണം അല്ലാതെ തോന്നിനെ പോലല്ലോ പറയണത്. A king never wavers. A king never bends. A king never relies on others. A king never gives up. Oh baby, you know what I want. I got the trigger on the. ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ട് ഇടുന്നത്? കുറച്ച് ദിവസമായിട്ട് ഇതിലത്തെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ആരാണ് ചെയ്തിടുന്നത്? കൊള്ളാം കേട്ടോ, കൊള്ളാം.
സെൽഫ് എടാ ഞാൻ വേറൊരു കാര്യം നമ്മള് തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, എന്നാലും ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് എന്റെ ഒരു PR വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. പക്ഷെ അത് ചെയ്യുന്ന അച്ചിപ്പട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പേജൊക്കെ ഡിലീറ്റ് ചെയ്ത് ഓടി. അയ്യോ ആഗ്രഹിക്കണത് എന്തായാലും എനിക്ക് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ ജീവിതത്തിൽ. എനിക്ക് കണ്ടന്റ് ഇടുന്ന, സത്യം പറഞ്ഞ ഈ കണ്ടന്റ് ഇടുന്ന പിള്ളേർക്കൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ കണ്ടന്റ് ഇടുന്ന പിള്ളേർക്കൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവർക്കാർക്കും അങ്ങനെ ഞാൻ എന്റെ വീഡിയോസ് ഇടണമെന്നോ പോസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനൊന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാറില്ല. ഇന്ന കണ്ടന്റ് എടുക്കണമെന്നും ഒന്നും ഞാൻ ഇതായിട്ട് പറഞ്ഞിട്ടില്ല. ഇവർക്കൊക്കെ ഇതിൽ നിന്നൊരു എന്തെങ്കിലുമൊക്കെ രീതിയിലത്തെ ഇൻകം എനിക്ക് തോന്നുന്നില്ല എനിക്ക്. കാരണം നമ്മൾ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ ആരുടെടുത്തും നമ്മൾ പറയാറില്ല, മനസ്സിലായോ? പക്ഷെ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്യലെന്നേ പറയാറുള്ളൂ. പക്ഷെ ഇവർക്കൊക്കെ ഇൻകം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇൻകത്തിന് വേണ്ടിയിട്ട് അല്ലാതെ ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. ടിവിയോടുള്ള ഇഷ്ടം കൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് തന്നിട്ടുണ്ട്. നിനക്ക് ഞാൻ പൈസ തന്നിട്ടുള്ളത് നീ എടുത്ത് കാണിക്കും. ഈഗിൾ ഗെയിമിംഗ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട്, എടാ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ചാരിറ്റി ചെയ്യുന്നുണ്ട്, കയ്യിലേ ആകാശം, ആ പാട്ടൊക്കെ ഇട്ട് വൈകുന്നേരം നീ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഒരുത്തൻ്റെ അടുത്തും വന്നിട്ടില്ല, മനസ്സിലായ? ഞാൻ ഒരുത്തൻ്റെ അടുത്തും പോയിട്ടില്ല. ഞാൻ ആകെ പൈസ കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഷൗട്ടക്സിനെയും സിനിമോനെയൊക്കെ കൊണ്ട് സിനിമാറ്റിക്സ് ആണ്, അല്ലാതെ ഇൻസ്റ്റഗ്രാമില് റീൽസിൽ PR ഞാൻ ചെയ്യത്തില്ല. അപ്പുകടനാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, അത് ഞാൻ റെഡിയാണ്. അതല്ലോ അതിനെ പറ്റിയല്ല ഞാൻ പറയാം. ഈ ചന്ദ്രന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് സാർ. അവനെന്തെങ്കിലും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാലേ അവൻ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പുറത്തു വരും. അവരെ ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ട് കൊടുത്താൽ മതി. അതായത് ഈ ഒളിച്ച് ഇരിക്കുന്ന ഒരു ടീമല്ല. ഓക്കെ, നമ്മളെ തിരക്കൊക്കെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ നമ്മൾ പോകും. ഐ ഹാവ് എ പ്രീവിയസ് എക്സ്പീരിയൻസ്. പിന്നെ ഹീസ് എ ബെറ്റർ ഇൻ ഡിസ്ഗൈസ്. എടാ ഇവരെങ്ങനെയാണെന്ന് അറിയോ? ചന്ദ്രൻ വന്നിട്ട് വരച്ചന്ദ്ര സാറിനെ പറ്റി നല്ലത് പറയും, വരച്ചന്ദ്ര സാർ വന്നിട്ട് ചന്ദ്രനെ പറ്റി നല്ലത് പറയും. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക്, ഇതൊരു മ്യൂച്വലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുന്ന ഒരു അത് നമ്മൾ സാധനം. ആലോചിക്കണം. നമ്മുടെ PDO ഓഫീസറിന്റെ ഫ്രണ്ടിൽ വന്ന് അമ്മ സംസാരിച്ചിട്ട് പോകും അവനൊക്കെ. എന്ത് രസമായി മുണ്ടച്ചോനെ കാണാൻ. വീട്ടിലെ ക്യാരക്ടർ ഒരു രക്ഷയില്ല, പൊളി സാധനം. പ്രോമിസ് വൺസ് വാസ് മെയ്ഡ്, ദാറ്റ് പ്രോമിസ് വിൽ ബി കെപ്റ്റ്. ശ്രദ്ധിക്കണേ. അതെന്താ എന്നാ ക്യാമറ നോക്കി എനിക്കൊരു ഉമ്മ തരുമോ? ഹാരിസന്റെ ഉമ്മ. ഒരു രാജകുമാരൻ പാതിരാത്രി ഇരുട്ടിൽ തന്റെ ലക്ഷ്യം തേടി പുറപ്പെട്ടു. അന്ന് ശക്തമായ കൊടുങ്കാറ്റ് വീശുമ്പോൾ കപ്പലിൽ ഒറ്റയ്ക്ക് ആരെയും ഭയക്കാതെ തിളങ്ങുന്ന സമുദ്രം കടന്ന് അങ്ങനെ പോയി. സമുദ്രം എന്താമ അങ്ങനെ തിളങ്ങിയത്? കാരണം ഇത് KGF തന്നെ ഇതാണോടാ? അത് KGF ഇതാണോ? അത് ആണോ? പക്ഷെ ഇതായിരുന്നു ഫീമെയിൽ വോക്കൽ സൗണ്ട്. ഇതിനടിയിൽ നിറയെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ തിളങ്ങിയത്. അമ്മ, അമ്മയ്ക്ക് സ്വർണം എന്ന് പറഞ്ഞ ഇഷ്ടാണോ അമ്മ? സ്വർണം ഏത് പെണ്ണിനാ ഇഷ്ടമല്ലാത്ത കുട്ടാ? അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. കണ്ടാൻ വേണ്ടിയൊക്കെ അടി ഉണ്ടാക്കാനും തല്ലുവിടാനും പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പേരൻസിനെയൊക്കെ സന്തോഷിപ്പിക്കടാ. 100 പുണ്യം കിട്ടും നിനക്കൊക്കെ. ബ്രോ കിടിലം ഒന്നും പറയാനില്ല, കിടിലം, അടിപൊളി. ഇവനെന്തോ കയ്യില് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവന്റെ പ്രിന്ററിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആയിരുന്നു. ഇപ്പൊ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുള്ള പുതിയ വീഡിയോ ആണ്. Daddy's home. ഹരീഷ് ബ്രോ അടിപൊളി.
കിട്ടില്ല, ഒന്നും പറയാനില്ല. ഞാൻ നിങ്ങളെ ഇനി എല്ലാ വട്ടവും ഇങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് എനിക്ക് എന്നെ മടുപ്പാവും. ഞാൻ എന്ത് പറയാനാണ് ഇതിൽ കൂടുതല്? How life going to feel in Kerala? How life going to feel in Kerala? വേൾഡ് കപ്പ് തുടങ്ങാൻ പോവാണോ? ഓ വേൾഡ് തുടങ്ങാൻ പോവാ. എന്നാ തുടങ്ങണേ? ഡേറ്റ് പറയാലോ. ഈ വേൾഡ് കപ്പ് എത്ര 5 വർഷത്തിന് ശേഷമോ? 4 റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച്. ഞാനൊരു ഡൈഹാർഡ് ഫുട്ബോൾ ഫാൻ ആണ്. ഞാൻ ഈ വട്ടം റൊണാൾഡോയുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് സ്പെയിൻ തന്നെ ജയിക്കണം. യെസ്. ഈ വട്ടം ഇവരൊക്കെ കൊണ്ടോടാ, എന്താ റൊണാൾഡോയും മെസ്സിയൊക്കെ ഉണ്ടോ? ഈ വർഷം അവരുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ? ജൂൺ 11 തീയതി അല്ലേ? The scariest teams of the ഞാൻ വേണമെങ്കിൽ വെള്ളയാണോ ഇതാണോ? പെട്ടെന്ന് പറ. അല്ലല്ല, അത് വെള്ളയല്ല. ഡാർക്ക് ബ്ലൂ. ഇത് ഫ്രാൻസ്. പിന്നെ ഇതൊക്കെ എന്തൊക്കെ നമുക്ക് അറിയാത്തതാണ്. ചാറ്റത്തിന് നോക്കണേ. ചാറ്റാരും പറയല്ലേ. ഇത് സൗത്ത് ആഫ്രിക്ക. ഇതാണല്ലോ സ്പെയിൻ. ജേഴ്സി മാറി ഈ ഇടയ്ക്ക് കാണാം. ഇത് പിന്നെ എല്ലാവർക്കും അങ്ങനെയൊക്കെ പറയണല്ലേ, നിലത്തിറങ്ങൂല. എടാ ഫുട്ബോളിൽ ശരിക്കും സൗത്ത് ആഫ്രിക്ക ഉണ്ടോ? ഇത് ജർമ്മനിയാണ്. സൗത്ത് ആഫ്രിക്ക ഉണ്ട്. ഉണ്ടോ? വേൾഡ് കപ്പ് ക്വാളിഫൈഡ് ടീമാണോ സൗത്ത് ആഫ്രിക്കയൊക്കെ? കളിക്കണ്ട്. ഫസ്റ്റ് മാച്ച് സൗത്ത് ആഫ്രിക്കന്റെ ആണോ? അല്ല, ഞാനപ്പോ വേറൊരു കാര്യം കേസ് ഞാൻ ഒരു ഡൗട്ടോടെ ചോദിച്ചിട്ട് അറിയാത്തതുകൊണ്ടാണ്. ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഒക്കെ പോലെ ഓൾറെഡി ഈ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ടീംസിനൊക്കെ സ്ലോട്ട് ഉണ്ട്. അതുപോലെ ക്വാളിഫയേഴ്സ് കളിച്ച് വരുന്ന ടീമുകളും ഉണ്ടോ ഇതിനകത്ത്? ക്വാളിഫയേഴ്സ് കളിക്കണം എല്ലാരും ക്വാളിഫയേഴ്സ് കളിക്കണോ? പിന്നെ കൺഫേം ആയിട്ട്. അപ്പൊ ക്വാളിഫയേഴ്സ് ലൈവ് ഒന്നും വരത്തില്ല, കാണിക്കത്തില്ല? കഴിഞ്ഞു ഓൾറെഡി. അല്ല, ക്വാളിഫയേഴ്സ് ഒക്കെ ലൈവ് ഉണ്ടോ അപ്പം? കഴിഞ്ഞു. ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ഓക്കെ. ക്വാളിഫയേഴ്സ് ഒക്കെ ഈ വർഷം തന്നെയാണോ നടത്തിയത്? അല്ലല്ല, ഇത് മുമ്പ് വർഷങ്ങൾ നടത്തും. കുറച്ച് വർഷം ക്വാളിഫയേഴ്സ് ലൈവ് ഉണ്ട്. ഓക്കെ. അങ്ങനെയാണ്. ഓക്കെ. അല്ലാതെ ഞാൻ ചോദിച്ചത് എങ്ങനെ സോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹോസ്റ്റ് നേഷൻ കളിക്കുന്ന അങ്ങനെ എന്താടാ? ഹോസ്റ്റ് ചെയ്യണ രാജ്യത്തിന് മാത്രം ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. ഹോസ്റ്റ് ചെയ്യണ ഈ വർഷം എവിടെ നടക്കണേ? അമേരിക്കയിലോ? യെസ്, അമേരിക്ക, മെക്സിക്കോ. അപ്പൊ വാറില്ലേ? വാറുണ്ട്. വാറിന്റെ കാര്യത്തിലൊരു തീരുമാനമാവാതെ എങ്ങനെ അവിടെ കളിക്കാനൊക്കെ പോവും? കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇറാന്റെ വായുന്ന തലയിൽ ബോംബ് വീണ എന്ത് ചെയ്യും? വാറിന്റെ കാര്യത്തിലൊരു തീരുമാനം നടക്കൂല കേട്ടോ. അത് മാറില്ലെന്നല്ലേ പറയാം. രാവിലെ കഴിക്കാൻ വല്ലതും? ഈ പൂച്ചയുടെ വീഡിയോ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലേ. എനിക്കിത് കാണുന്നത് ചേർത്തുകളാണ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ.
ബ്രോ ഫോർഗോട്ട് മിൽക്ക് ബോട്ടിൽ ഇവിടെ ഇതൊക്കെ തന്നെ. ഇവിടെ ഒരുത്തൻ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കാൻ പോയിട്ട് ഒരു കൊച്ചു അവര് ഒരു കൊച്ചിനെ കൊണ്ട് വന്നിട്ടേ, ഞാൻ പറഞ്ഞില്ല ഹോട്ടലിലെ കൊച്ചിനെ കൊണ്ട് വന്നിട്ട്, പെങ്കൊച്ചാട്ടോ പെങ്കൊച്ച്. ഇപ്പൊ പുള്ളിക്കാരി കുറെ നേരം ഇവനിങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് ആ പുള്ളിക്കാരി എന്റെ അടുത്ത് ചോദിച്ചു, മോനെ ഒന്ന് തരൂ, കുട്ടി അവർ രണ്ടുപേരിടത്തൊന്നും ഇരുത്ത ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞാൽ ശരി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ കൈയൊക്കെ എടുത്ത് തലമുടിയിലൊക്കെ തഴുകൂലേ, ആ കൊച്ചിന് തലമുടിയൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നു. പെങ്കൊച്ച അവിടെ പിടിച്ചു പറിച്ചുകൊണ്ട് ഇവനെ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ ഒരു മണിക്കൂർ എടുത്തു. മനസ്സിലായ? ഭയങ്കര പ്രശ്നമാണ് ഇവന്മാരൊക്കെ. എന്ത് പറയാ, ആരുടെ പോലതാ പറഞ്ഞു നാക്കെടുക്കാണ് പോട്ടിട്ടും കളസ് കിട്ടും വരെ വന്നു നിൽക്കുന്നു. എടാ ഈ വീഡിയോ ഒക്കെ ആരും ഓർക്കുന്നുണ്ടോ ഗൈസ്? ഈ വീഡിയോ ഒക്കെ 3GB ആയിരുന്ന സമയത്ത് നീ ഒന്നും കണ്ടിട്ടില്ല? ഇല്ല. ഓ ശരിയാ. ഓ മൈ ഫക്കിംഗ് ഗോഡ്. നിനക്ക് അത്ര പ്രായമില്ലല്ലോടാ, നിനക്ക് അത്ര പ്രായമില്ലല്ലോ. അത് പറഞ്ഞപ്പോഴാണ് കൈ പ്രായത്തിന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചേർക്കം വന്നിട്ട് പറയണേ, ഈ അത് 90-ലും 2000-ലൊക്കെ ഇറങ്ങിയ കോമാർക്ക് ഇഷ്ടപ്പെടുമോ ആ കോമഡി. അത് കേട്ട് എനിക്കൂടെ വിഷമായി. ഞാൻ എത്ര നേരം ഇങ്ങനെ ഞാൻ അത്യാവശ്യം എല്ലാവരുടെയും മനസ്സിലിപ്പോ അതായിരിക്കുമല്ലേ നമ്മളെയൊക്കെ കാണുമ്പോ 90 അവനൊന്നും പറയാനില്ല. സത്യം പറഞ്ഞ അവനെ തെറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പ്രായമായി, അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈവ് കണ്ടു തുടങ്ങിയിട്ട് തന്നെ നിങ്ങൾക്ക് 7 വർഷമായി, 8 വർഷമാണ്. അന്ന് നിങ്ങൾക്ക് 19 ആയിരുന്നു, നിങ്ങൾക്ക് ഇപ്പൊ 27. അത്ര ആലോചിച്ചാ മതി. 22ാമത്തെ വയസ്സ് എന്റെ ലൈവ് കൊണ്ട് തുടങ്ങിയവർ ഇപ്പൊ 30 വയസ്സുണ്ട്. ഹായ് അങ്കിൾ. ഞാനും അങ്ങോട്ട് വന്നോണ്ടിരിക്കും. അടുത്ത 2 വർഷം കഴിഞ്ഞ് എനിക്ക് 30 ആവും. വെരി ഗുഡ് ആംഗിൾസ്. പിന്നെ ഈ വീഡിയോ കണ്ടോ ചേട്ടാ? ഇതെന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ല, മറ്റേ കൈ കൊണ്ട് ചുരണ്ടിയ ക്യാൻസർ വരുമെന്ന് പറയുന്ന കാലം. മറ്റേ റീചാർജ് കൂപ്പൺ കൈ കൊണ്ട് ചുരണ്ടിയല്ലേ ക്യാൻസർ വരുമെന്ന് പറയുന്ന കാലത്ത് നമ്മൾ അതൊക്കെ ചുരണ്ടിയിട്ട് ഇട്ട് കണ്ട വീഡിയോസ് കണ്ടുപോകെ. ഇത് സ്റ്റണ്ണർ അല്ലടാ വണ്ടി, സ്റ്റണ്ണർ. ഇത് സ്റ്റണ്ണർ അല്ല ഗൈസ്, ഇത് വണ്ടി. ഇത് സ്റ്റണ്ണർ ആണോ അതോ ഇതാണോ? സ്റ്റണ്ണർ അല്ലേ ഈ വണ്ടി? ഇത് ഈ പോസ്റ്റ് കഴിഞ്ഞ് വേണം, ഈ പോസ്റ്റ് കഴിഞ്ഞിട്ട് പൊക്കണം. പോസ്റ്റ് കഴിഞ്ഞിട്ട് പൊക്കടാ. പോസ്റ്റ് കഴിഞ്ഞിട്ട് പൊക്ക്. പോസ്റ്റ് കഴിഞ്ഞിട്ട് പൊട്ട. പോസ്റ്റ് കഴിഞ്ഞിട്ട് പൊക്ക്. ഓക്കെയാണ്? ആ ഓക്കെ ഓക്കെ. ആയില്ലടാ. ഓട്ടം പതിച്ചു. അയ്യോ ഒളിയോ. ഹലോ ഇത് ആദ്യം ഞാൻ വിചാരിച്ചിട്ട് ഇത് എനിക്ക് പുള്ളി ഡ്രൈവറാണ്. പുള്ളിയുടെ നോക്കി പുള്ളി ഒരു സൈഡിലോട്ട് കോർണറായിട്ടൊക്കെ ഓടിക്കളെ. എന്താ പോലെ നിപ്പുണ്ട്, അതാണ് സാധനം. എത്ര വർഷം എടാ ഇവിടെ 10, 15, 16 വർഷം എന്തായി കാണും അല്ലെ? എനിക്ക് തോന്നുന്നു 20 വർഷമായില്ല. 15 വർഷമായിട്ടുണ്ടാവും. പോടാ 10-15 വർഷമായിട്ടുണ്ടാവും ഈ വീഡിയോ ഇറങ്ങിയിട്ട്. ഒരു 15 വർഷമായിട്ടുണ്ടാവൂല്ലേ ഈ വീഡിയോ ഇറങ്ങിയിട്ട്? എങ്ങനെയായാലും 10-15 വർഷമായിട്ടുണ്ടാവും തോന്നുന്നു, ഉറപ്പാണ്. ആ 10-13. അതെ അതെ, അത്ര എന്തായാലും 10-15 വർഷമായി എന്നാലും.
അത് കരീഷ്മയാണെന്ന്. കരീഷ്മയാണെന്ന് എനിക്കറിയാം. സ്റ്റണ്ണർ അല്ലേ അത് വണ്ടി? അന്നത്തെ ഒരു ബൈക്ക് ഉണ്ടല്ലോ, സ്റ്റണ്ണർ അല്ലേ അത്? കൊള്ളാം ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇവന് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്നും തുടങ്ങൂല. ഇവനൊക്കെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഇവനൊരു 10 വയസ്സാവുന്നതിന് മുമ്പ് ഞാൻ കേസിനകത്താവും, ഉറപ്പാണ്. പിന്നെ ആ പ്രൊഫൈലിൽ നിന്നൊക്കെ ഇവ 2 മാസം കഴിഞ്ഞ് മെസ്സേജ് അയപ്പൊക്കെ തുടങ്ങും. ഇപ്പൊ തന്നെ ഇവനെ കൊണ്ട് പ്രശ്നമാണ്. ഇവൻ നല്ല മറ്റേ അച്ഛനമ്മമാരൊക്കെ മാനേജ് ചെയ്യുന്ന ഏതെങ്കിലും കൊച്ചു പെമ്പിള്ളാരുടെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ മെസ്സേജ് ഹായ് ക്യൂട്ടി എന്നൊക്കെ പറഞ്ഞ കേസാക്കുന്നത്. എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവന് ഇൻസ്റ്റാഗ്രാം ഞാൻ തുടങ്ങുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ്. അവനൊരു പ്രായമായി, അവന് ഏകദേശം ഒരു താമസ സമയത്ത് അവൻ സ്വന്തമായിട്ട് തുടങ്ങിക്കട്ടെ. ലോക്കി ബ്രോ കിടിലം നൈസ് അടിപൊളി. You won't believe why he risked it. Before the morning sun when life was lonely, once I was 20 years old. I only see my goals, I don't believe in failure, cause എന്താണ് ഇതൊക്കെ? ചില്ലറ കഴപ്പണ പട്ടിക. വെള്ളപ്പൊക്കം നടക്കണ ഇവിടെ, വെള്ളപ്പൊക്കം അയച്ചിടക്കേ. ഇത് കന്നിമാസത്തിലെ വീഡിയോ ആണ് അത്. Hey bro. Hey. So what do you do for a living? I drive bro. Drive what? Autosports. Yeah boy. ഓട്ടോ സ്പോർട്സ് എന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ മറ്റേ സീരിയസ് വീഡിയോ ആണെന്ന് വിചാരിച്ചേട്ടാ ആദ്യം. ഗൗതം റോയിനെ പോലെ കാണാൻ. ശരി, ഒരു കട്ടുണ്ട് ഗോതമ്പ് കട്ടുണ്ട്. പാപ്പാ വണ്ടി നിർത്തിക്കേ. എന്നടാ ഉള്ള വിട്ടുന്നു പറിച്ചു കളയങ്ങോട്ടെ. അതല്ല സാറേ, മുന്നേ പ്രദീപ് കുമാർ സാറിന് പുള്ളിനെ ഞാൻ എടുത്തുനിന്ന് ഡാമിലേക്ക് ഇട്ടായിരുന്നു. അയ്യോ പോയി. അതെ, ഈ ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? ബംഗാൾ. രാമനാകുമ്പോ പിന്നെ തൊപ്പി വെച്ചാലും കുഴപ്പമില്ല. ഭർത്താവ് ഇപ്പോൾ ദുബായ്. നാട്ടിലോട്ട് മുഖം പോയത് കേട്ടാ. അത് തിരിച്ചു കൊടുത്തേട്ടാ, നിവേദനം തിരിച്ചു. ഇവിടെ നിന്റെ അപ്പ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒറ്റമൂലി. അയ്യോ അല്ല സാർ, വിദേശത്തു വരുമോ? വിദേശത്തുനിന്ന്? ആ, രാജസ്ഥാനിൽ ട്രെയിനിൽ ആളിപ്പോ കൊണ്ടുവന്നു. അന്ന് നിങ്ങൾ എന്നെ വെറുതെ പറഞ്ഞു ഞാനൊരു പടുവാഴാന്നല്ലയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കെന്നറിയാം. 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയോ? 50 പവന്റെ സ്വർണ്ണ കപ്പ്. നീക്കെത്തും പടുത്തന്മാരാണ്. ഇത് കുറെ പീസില്ലേ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെള്ളിയാണല്ല. എന്നെ നെഞ്ചത്ത് വെച്ച് വെള്ളിയാ. ഫുഡ് കൊണ്ടുവന്ന് ഒരു 2 പൊറോട്ട നമ്മളും കൂടെ പറയാറുണ്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ദ ബെസ്റ്റ് ക്യാരക്ടർ. എന്ത് കിടിലോ അല്ലേ ഇങ്ങനെ ഇത് ചെയ്യണേ. ഞാൻ പുള്ളി ഇപ്പോഴത്തെ റിയൽ ലൈഫിലത്തെ മറ്റേ ഈ മീഡിയയുടെ മീറ്റിങ്ങിനകത്തൊക്കെ നമ്മൾ കാണുന്ന വിനായകനും ഈ ആടിനകത്ത് പുള്ളിയുടെ ഡ്യൂഡ് എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ എന്ത് ഷിഫ്റ്റ് അല്ലേ? നിങ്ങൾ ആരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം നമ്മൾ. പക്ഷെ അതേപോലെയാണ് മാറണേ. ഈ ക്യാരക്ടർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്ന വണ്ടിക്കാരൻ അവിടെ കണ്ടല്ലോ. എടാ ഞാനൊരു കാര്യം പറയട്ടെടാ സ്കൈഡാക്സേ, എടാ നീ ഹൈഡ് ചെയ്യണ്ടടാ. നീ ഹൈഡ് ചെയ്യണ്ട. എടാ ഇത് മറ്റേ കൊച്ചു പിള്ളേരാണടാ സ്കൈഡാക്സേ. ഇവന്മാര്
ഇവന്മാർക്ക് ഒന്നും പറഞ്ഞ തലേ കേറൂല. ഇവന്മാർ അടുത്ത അക്കൗണ്ടായിട്ട് വരും. എടാ അവൻ അവിടെ ഇരുന്ന് കാണട്ടാ. എടാ അവൻ അവിടെ ഇരുന്ന് കാണട്ടെ. അവിടെ ഇരുന്ന് കാണുമ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അവനിരുന്ന് കാണട്ടാ. അവൻ എന്തോ പറഞ്ഞേ? ഞാൻ കണ്ടില്ല. നീ ഒന്ന് പറഞ്ഞേ. അവൻ എന്തോ പറഞ്ഞു? ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റില്ല. ഏതാ വണ്ടിക്കാരൻ? അപ്പൊന്നും അറിയില്ല. ഓടുന്നതന്നെ ഭാഗ്യം. ഞാൻ കണ്ടില്ല കേസ്. ഞാൻ അത് കണ്ടില്ല. ഞാനത് കാണണം. ഈ പറയണത് പോലെ എന്താ പറയാ, ഇവിടെ വന്നപ്പോഴത്തേക്കിന് കൊറേ അങ്ങനത്തെ കൊറേ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയി. തെറി പറയാൻ പാടില്ലേന്നോ? എന്താ എന്ത് തെറി പറയാൻ പാടില്ലേന്നോ? അവിടെ റിയാക്ട് ചെയ്യണോ? അവിടെ ചാറ്റിൽ മുട്ടൻ തെറി. എടാ ഞാൻ പറഞ്ഞല്ലോടാ, അതിപ്പം ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും തെറി വിളിക്കുക എന്നെയാണ് തെറി വിളിക്കണത്. മനസ്സിലായോ? നമ്മളിനി എന്തായാലും ഇത് എന്തുകൊണ്ടാണ് നിന്ന് റിയാക്ട് ചെയ്തെന്നറിയോ? കുറച്ച് ദിവസമായിട്ട് ഞാനിതൊന്നും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് എന്നെയാണ് അവിടെ തെറി പറഞ്ഞ് ആഘോഷിക്കുന്നത്, ഇതാക്കുന്നത്. അത് അവന്മാരുടെ ഫ്രസ്ട്രേഷനാ. ഇതൊന്നും ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുക. മനസ്സിലായോ? ഇത് അവന്മാർ ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എനിക്കിത് ഒട്ടും പ്രശ്നമില്ലാത്ത കാര്യമാണ്. അത് അവർ ചെയ്തോട്ടെ. അതിനാണ് ഞാൻ ഇന്ന് പറഞ്ഞത് എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇന്ന് ഇത്ര അപരാധിച്ചത് അതിന് വേണ്ടിയിട്ടാണെന്നങ്ങ് പറഞ്ഞാൽ മതി. മനസ്സിലാക്കിയാൽ മതി, വേറൊന്നും വേണ്ട. അടുത്ത പെൺകുള്ള ഇവർക്ക് രണ്ടുപേർക്ക് എന്റെ ഇഷ്ടമാണ്. രണ്ടുപേരും കെട്ടണമെന്ന് പറയുന്നത്. എനിക്ക് ഒന്നിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി സിംഗിൾ ആവാൻ വിടൂല എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഒരു പ്രത്യേക യോഗം വേണം. ഞാൻ വരുന്നുണ്ട്. ലാപ്പെല്ലാം റെഡിയാക്കി. എന്താ കേട്ടില്ല? ലാപ്പൊക്കെ റെഡിയാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. എടാ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയട്ടെടാ സ്കൈഡാക്സേ, നീയൊക്കെ ലാപ്പ് റെഡിയാക്കി വന്നാൽ പോലും ഞാൻ പറയട്ടെ, നീ ഇതുപോലെ രണ്ട് പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന കാര്യമൊക്കെ നിനക്ക് ഇമാജിനേഷൻ മാത്രമാണ്. ഇവിടെ സിറ്റിക്കകത്ത് ഗ്യാങ്ങും ഉണ്ടായി, ഗ്യാങ്സ്റ്റർ ആയിട്ട് നടന്നിട്ട് പോലും ഒരുത്തനും മൈൻഡ് ഇല്ല. നീ വന്നാൽ ആൾക്കാരെ തൂറി കവറെ കെട്ടി എറിയോന്നല്ലാതെ നിനക്ക് ഈ പറയണത് പോലെ ഒന്നും നടക്കാനൊന്നും പറ്റും നീ വിചാരിക്കണ്ട. മനസ്സിലായോ? സാമ്രാജ്യം ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇനി തൊട്ട് RP കളിക്കുമ്പോഴേ ഗൈസ്, ഞാൻ ഇനി തൊട്ട് ഞാനൊരു കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള ഒരു RP ഇനി ഉണ്ടാവില്ല. ഞാൻ ഇതുപോലത്തെ ഫ്ലേട്ടിംഗ് RP ആയിരിക്കും ഞാൻ. പരുന്തുവാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോണത്. ഇത്ര നാൾ ഹോണസ്റ്റ് ആയിട്ട് നിന്നത് മടുത്തു. ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോണത്. എന്റെ ഒരു ക്യാരക്ടറെ ഷിഫ്റ്റ് ചെയ്യാൻ പോണേ. അതല്ലേലും അങ്ങനെ തന്നെ അല്ലേ അത്. ഇത്ര നാള് ഹോണസ്റ്റ് ആയിട്ടല്ലടാ സ്റ്റേജ് എല്ലാരെയും ഹോണസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ വീതിച്ചു കൊടുത്തല്ലേ നമ്മള് സ്നേഹം. എത്ര പേരെ എല്ലാരെയും പറയണത് ഹോണസ്റ്റ് ആയിട്ട് എല്ലാരെയും ഒന്നും പറയാനില്ല എനിക്ക്. ലൈവ് ബ്ലാസ്റ്റ് വാസം എന്ന് എല്ലാരും പറയണ. അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? ഒളക്കട്ടും പറ പറ തെറിക്കട്ടും അല്ല പറ നമ്മ പട പട വെളുക്കും തര തര തപ്പാത് തപ്പാത് തപ്പ് അടിച്ചാ എനക്ക് തുടിക്കാத നരമ്പ് ഇല്ല. ഇവന്മാരുടെ ഇനി വരാനുള്ളു. ഇനി റിയാക്റ്റീവ് ആവാൻ ഇവന്മാരുടെ മാത്രമേ ഉള്ളു കേട്ടാ. വേറെ ആരും ഇനി ആ ബോബും കൂടെ ഒന്ന് തിരിച്ചു വന്നാ ഇനി അടിനാശം വെള്ളം ഇവിടെ ഒന്നും തോന്നട്ടോ വെളിയില്. അവൻ വളർത്തിയ മണ്ണില്ല നീയൊക്കെ ജീവിക്കണേ.
ബാബു എന്നാ മണ്ണ് വെട്ടി തന്നില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്തല്ലേ ബാബു നന്ദിയുണ്ട് ബാബു. എന്തൊക്കെ പറഞ്ഞാലും അവന് അത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാ നമ്മുടെ ടിവിയുടെ സക്സസിന്റെ പുറത്ത്. കണ്ണഞ്ചേട്ടനാ ഇത് ഓക്കെ. നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റില് മഞ്ഞുള്ള രാത്രി നിന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി ചിരിക്കല പെണ്ണ കല്യാണി നിന്റെ പാറത്തെ പുള്ളി എന്നെ Which one you will choose? 99% of people pick the wrong island. Your plane crashes, and you can only swim to one of these 3 islands. The first island is full of poisonous snakes. The second has fresh water and fruit like paradise, but a tribe that plays strange games with outsiders. The third looks peaceful and empty, but one wrong step triggers deadly ഞാൻ ഒരു കാര്യം പറയട്ടാ, എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാ. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാ. പിന്നെ രണ്ടാമത്തെ ഐലൻഡിൽ ഒരു പാമ്പുണ്ട്, അതൊന്നും പ്രശ്നമാണ്. ഇവിടെ പാമ്പുണ്ടാ ഇല്ല അങ്ങനെയാലും എന്നാ പിന്നെ എനിക്ക് പാമ്പ് അടിച്ചാവട്ടെ. ഇങ്ങനെ വല്ല സാമാനത്തിലും എല്ലാം കയറി ചാവാം. ഞാനിതേ ചൂസ് ചെയ്യുള്ളൂ. അല്ല ഞാൻ ഇതേ ചൂസ് ചെയ്യുള്ളൂ. എനിക്ക് പേടിയാ. പിന്നെ But one wrong step triggers deadly trap. പാമ്പിന്റെ കടിയിൽ നിന്ന് ഒറ്റയടിക്ക് ചാവൊന്നുമില്ല നീ വിചാരിക്കുന്ന പോലെ. എടാ പാമ്പിന്റെ കടി എന്ന് പറഞ്ഞോണ്ടല്ലോ, പാമ്പിന്റെ കടി നമ്മുടെ മറ്റേ ശരീരത്തിനകത്തൊക്കെ ചെന്ന് ബ്ലഡ് ഒക്കെ ക്ലോട്ടായി കട്ടായി ശ്വാസമൊക്കെ മുട്ടിയേ ചാവുള്ളൂ. ഒറ്റയടിക്കൊന്നും ചാവൂല്ലോ. പാമ്പ് അടിച്ച അപ്പൊ തന്നെ ചാവോ? ഇല്ല. എടാ എന്നാലും നല്ല പെയിൻഫുൾ ആയിരിക്കും. No painful only cobra. Yes, painful death ആയിരിക്കും. Painful death ആയിരിക്കും പാമ്പ് അടിച്ചാ. പാമ്പ് അടിച്ച് മരിച്ചാലുണ്ട്. ഇതെന്താ ബാലന്റെ തലയായിരുന്നു ഇത്. ഞാൻ ഓർത്ത് വിറകൊള്ളി കൂട്ടിയിട്ട് കത്തിക്കണമെന്ന്. എടാ ആദ്യം കണ്ടപ്പോ സത്യോടെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു ഇത് എന്തായിരുന്നു എനിക്ക് മനസ്സിലായില്ല. ഞാൻ രണ്ടാമത്തെ കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. കംബാക്ക് ആവുന്നോട്ട് തോന്നുന്നു കേട്ടാ. ബാലെന്തോരും പറഞ്ഞു വാലന്റൈൻസ് ചാറ്റി കത്തിക്കണേ ഇവിടെ. പല സിറ്റുവേഷൻ എന്നെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. എന്നെ ഡിഗ്രിക്കാതെ പാലക്കാരാക്കി. എടാ ഇത് ആട് 3 പ്ലേലിസ്റ്റ് ഇവൻ സിനിമാറ്റിക്സ് കണ്ടപ്പോ കേൾക്കണതാണോ?
എടാ നിന്നെയൊക്കെ ഞാൻ അടിക്കുവേടാ. നിനക്കൊക്കെ ഇപ്പൊ ഈ ഗ്യാങ് ഡ്രസ് ഇഷ്ടമല്ലേ? ഞാൻ ഈ ഗ്യാങ് ഡ്രസ് ഇട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീയൊക്കെ സ്പാം ചെയ്ത് നമ്മുടെ ഗ്യാങ് ഡ്രസ് കളർ എഴുതി വേറെ ഒരാൾക്ക് കൊടുത്ത് മോനെ നീ കളർ കൊണ്ടുപോക്കോടാന്ന് പറഞ്ഞ് അവനാ കളർ എഴുതി കൊടുത്ത് വേറൊരുത്തൻ്റെ കളർ തട്ടിപ്പറിച്ച് മേടിച്ച് വേറെ 3 കളറാക്കി അതും കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇതാ ബെറ്റർ എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ അടിക്കണ്ടേ? പക്ഷെ ഈ ഗ്യാങ് ഡ്രസ് നല്ല ഡ്രസ്സ്, നല്ല ക്വാളിറ്റി ഉള്ള ഗ്യാങ് ഡ്രസ്. ഞാൻ ടിവിയുടെ മെർച്ച് ഇറക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഹുഡി ആയിരിക്കും, ഈ ഡ്രസ്സായിരിക്കും ആദ്യം ഇറക്കാൻ പോണേ. ഈ ഡ്രസ്സാണ് ആദ്യം ഇറക്കാൻ പോണേ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കൈസ, ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഓണർഷിപ്പ് അവർ തിരിച്ച് നമുക്ക് എഴുതി തരുവാണ്. ലൈക്ക് അവരിനി യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല എന്നുള്ളൊരു കാര്യം, അൻവിന് ഇനി യാതൊരു ഇൻവോൾവ്മെന്റും താല്പര്യം ഇല്ല എന്നുള്ളൊരു കാര്യം ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ അത് തിരിച്ച് നമ്മുടെ അങ്ങോട്ട് മാറാനുള്ള ഒരു ചെറിയ താമസമുണ്ട്. അതിനുശേഷം എന്തായാലും നമ്മൾ മെർച്ച് കൊണ്ടുവരും. അപ്പൊ മെർച്ച് ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട്. കൊള്ളാം. നൈസ്. ചാറ്റ് ശ്രദ്ധിച്ചില്ലല്ലേ? എന്താ ഹാരിസാന്റെ ഒരു സാധനം ഇട്ടതല്ലോ. എന്താ ഹാരിസന്റെ പുറം എന്താ ഇട്ടെ? മേലെ വന്ന് നടക്കുന്നത് കണ്ടില്ലേ? ആ ഇപ്പഴാ വന്നേ അണ്ണാ. നേരത്തെ അയച്ചത് കണ്ടില്ലേ? സ്കൈഡാസ് ദ ബെസ്റ്റ് എവർ, ലവ് യു ഡാ. സ്കൈഡാ ഫാൻ ഹിയർ, നമുക്ക് പൊളിക്കാം ബ്രോ. ഓ നീ ഇടക്കിടക്ക് ഈ വീസിൽ വരുന്നോണ്ട് ഇപ്പൊ പുള്ളിയെ കൊണ്ട് നീ ഇപ്പൊ ഇതും ചെയ്യിപ്പിച്ചു തുടങ്ങിയല്ലേ? ഹാരിസന്റെ ബ്രോ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിനി എന്റെ ചാനൽ എന്തെങ്കിലും തരുവാണെങ്കിൽ ഇവന്റെ പേര് പറഞ്ഞു തന്നാൽ ഞാൻ വായിക്കുപോലും ഇല്ലേ? ഉറപ്പാണ്. അല്ല പുള്ളിനെ കൊണ്ട് സാധനം കൊണ്ട് തരാന്ന് പറഞ്ഞായിരുന്നു പ്ലാൻ. ഇനി വേണ്ടല്ലോ ഫുള്ള് കാണുന്നതാ അതിനകത്ത്. ഇനി ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തേക്കല്ലേ. ഇപ്പൊ എനിക്ക് ട്രാക്ക് പിടി കിട്ടി. ഈ വീഡിയോ ഒക്കെ എവിടുന്നാ വരുന്നതെന്ന് എനിക്ക് ഇപ്പഴാണ് കാര്യം. കൊള്ളാം. പക്ഷെ ഞാൻ സത്യം പറയട്ടെ ഗൈസ്, ഇന്ന് ഞാൻ ഭയങ്കര മൂഡ് ഓഫിൽ ഇരുന്ന ഇത് നോക്കണേ. നിങ്ങൾക്ക് തോന്നുന്നില്ല? നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് ഒരുമാതിരി ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കണത് പോലെ തോന്നുന്നില്ലേ? എനിക്കാണെങ്കിൽ എനിക്ക് ഇന്ന് അങ്ങ് എന്തൊക്കെയോ അങ്ങ് പറയാനായിട്ടാണ് എനിക്ക് അങ്ങ് ഇതായിട്ടിരുന്ന. കഴിഞ്ഞല്ലോ. അതാ പറഞ്ഞ അതായിരുന്നു എന്റെ തരിപ്പെന്ന് പറഞ്ഞ. RP കയറില്ല ബ്രോ. ഇന്ന് RP കയറുന്നില്ല ബ്രോ. ഇന്ന് ഞാൻ RP കയറുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ ഡിസ്കോ ട്രോൾസ് നോക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ വന്നപ്പോൾ അതിന്റെ ഒരു മൂഡൂടെ പോയി. എനിക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളോട് സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. എനിക്ക് ഇന്ന് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് PC കിട്ടിയത്. ഞാൻ എല്ലാം ഇൻസ്റ്റാളൊക്കെ ചെയ്ത് ഇതാക്കിയിട്ടിരിക്കുകയായിരുന്നു.